ഇപ്പോ ടി.ജി. മോഹൻദാസിനെ തൂക്കിക്കൊന്ന മാത്രം മതി എന്ന നിലപാടിലാണ് ഇവിടെയുള്ള ആൾക്കാർ. ജന്തർ മന്ദിർ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ചെല്ലടാ, ഞാൻ നേപ്പാൾ പ്രൊട്ടസ്റ്റിലൊക്കെ കയറി കല്ലൊക്കെ എറിഞ്ഞിട്ടുണ്ട്, പോലീസുകാരെയൊക്കെ തല്ലിട്ടുണ്ട്, അതുപോലൊക്കെ ഇന്ത്യയിൽ നടക്കാൻ പോവാ, പാർലമെന്റ് കൈയടക്ക്, ബംഗ്ലാദേശിലൊക്കെ നടന്നതുപോലെ നമുക്കൊന്ന് പൊരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ വ്ളോഗർക്കെതിരെ കേസെടുത്തോ? ഇനി ഈ വിഷയത്തിൽ RSS ടി.ജി. മോഹൻദാസിനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വേദന പ്രകടിപ്പിക്കുന്നത് കൊണ്ട്. എന്നാൽ RSS പറഞ്ഞ പ്രസ്താവന വ്യക്തമാണ്. RSS പറഞ്ഞ എന്താണ്? മാധ്യമങ്ങൾ പറയുന്നത് മാത്രമാണോ സത്യം എന്നതുകൂടി നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ടി.ജിയെ പോലുള്ളവരൊക്കെ ഡെയിലി വന്നിരുന്ന ഓരോ കാര്യങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരേണ്ടി വരുന്നത്. ഞാനും വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എത്ര വ്യാജ വാർത്തകൾ, വളച്ചൊടിക്കപ്പെട്ട വാർത്തകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹത്തോട് എന്താണ് കുറെ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള പകയുള്ളത്? കുറെ ആളുകൾ എന്ന് പറയുമ്പോൾ ഇതിൽ രാഷ്ട്രീയത്തിൽ ചേരിയിലുള്ള ആൾക്കാർ പെടും, കുറെ മാധ്യമങ്ങളും പെടും. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ടി.ജിയെ പോലൊരു വ്യക്തിയുടെ മുന്നിൽ നുണകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ഇതുവരെയും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും സാധിച്ചിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെ ചർച്ചയ്ക്കും ടി.ജി ഉണ്ടായിരുന്നു. ഒരു സമയത്തിന് ശേഷം അവരെല്ലാം ടി.ജിയെ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ജനം ടിവിയിലൂടെ മാത്രമാണ് പൊളിച്ചെഴുത്ത് എന്ന പരിപാടിയിലൂടെ ടി.ജി വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പത്രികയിലൂടെയും നിരന്തരം അദ്ദേഹത്തിന് അറിയാവുന്ന സത്യങ്ങൾ വളരെ സരസമായി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ലൈം ലൈറ്റിലുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയാത്തതിലുള്ള ആ ഫ്രസ്ട്രേഷൻ വലിയ രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ അവർ പ്രകടിപ്പിച്ചിരുന്നു. പഴയ റിപ്പോർട്ടർ ചാനലിലെ പുലി നികേഷുമായിട്ടുള്ള ഒരു ഡിബേറ്റിന്റെ ചെറിയൊരു രംഗം ഞാൻ കാണിക്കാം. നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എന്റെ വാക്കുകൾ വരുന്നില്ല, പക്ഷെ നമ്മൾ ഈ ചന്തി കഴുകുക എന്ന് പറയുന്നില്ലേ, ആ നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി നികേഷൻ ചെയ്യുന്നില്ലേ? ഇല്ല, ആ പറഞ്ഞ പ്രവൃത്തി ചെയ്തുകൊണ്ട് MLA ആയിട്ട് മത്സരിക്കുക വരെ ചെയ്ത മാന്യൻ ചന്തി കഴുകുന്ന വർത്തമാനം പറയുന്നത് അപഹാസ്യം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും പ്രേക്ഷകർക്ക് മിനിമം ഒരു നാണം വേണം. താൻ ചെയ്യുന്ന പ്രവൃത്തി ബാക്കിയുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് നാണം തോന്നുന്നത്. ഇന്ത്യയില് ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു സാധനമില്ല. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാൻ കിണറ്റിലിറങ്ങിയ ആളിന്റെ പേരെന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ എനിക്ക്. അദ്ദേഹത്തെ ഈ രീതിയിൽ ആരും അപമാനിച്ചിട്ടുണ്ടാവില്ല. സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ ആരോപിക്കുന്ന അതേ കാര്യമല്ലേ പിണറായി വിജയന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ടി.ജി അല്ലാതെ മറ്റാർക്കാണ് ഈ രീതിയിൽ കുറിക്കൊള്ളുന്ന വാക്കുകൾ പറയാൻ സാധിക്കുക? പേഴ്സണലി അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധികയാണ്. പലപ്പോഴും എന്റെ വീഡിയോസ് കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടി.ജി മോഹൻദാസിനെ പോലെയാണ് സംസാരിക്കുന്നത്. ഇൻസ്പയർഡ് ബൈ ഹിം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയും മിസ് ചെയ്യാതെ ഞാൻ കാണാറുണ്ട്. കാരണം 30 മിനിറ്റ് വീഡിയോയ്ക്കകത്ത് വളരെ സറ്റൈൽ ആയിട്ടുള്ള എന്നാൽ ആരും പറയാത്ത ഒരുപാട് ഹിസ്റ്ററി അദ്ദേഹം പറയുന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രായം ഇപ്പോ മന്ത്രിമാരൊക്കെ വന്നിങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, ടി.ജിയെ ഞങ്ങൾ ഒതുക്കും. നിങ്ങളുടെയൊക്കെ ഏജ് ആണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ചെയ്ത തെറ്റെന്താണ്? ഈ BJPയുടെ തന്നെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ചിലരൊക്കെ അദ്ദേഹം തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ 30 മിനിറ്റ് വീഡിയോ അന്ന് തന്നെ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. എന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇതുവരെയും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഇരിക്കാൻ പാകമായപ്പോൾ ഞാൻ ഈ വിഷയം പറയണം എന്ന് തീരുമാനിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഹൈപ്പോതെറ്റിക്കലി ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ എങ്ങനെയായിരിക്കും ജന്തർ മന്ദിർ പ്രൊട്ടസ്റ്റിനെ ഞാൻ നേരിടുക എന്നതാണ്. അദ്ദേഹം പറഞ്ഞത് തോക്കുകൊണ്ടും കലാപം അടിച്ചമർത്തിയും നേരിടും എന്ന് തന്നെയാണ്. ഹൈപ്പോതെറ്റിക്കലി പറയുന്നതിനെയൊന്നും കോടതിയിൽ എത്തിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടത്തെ നിയമങ്ങൾ പോരാ. ഹൈപ്പോതെറ്റിക്കലി ആർക്കും പറയാം. ഇനി ഇത് വലിയ പാതകമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ കൊണ്ട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പാതകമായി തോന്നിയോ? ഇവിടെ അങ്ങനെ ചെയ്ത പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരെല്ലാം BJPയുടെ പ്രധാനമന്ത്രിമാരായിരുന്നോ? അല്ല. കണക്ക് നോക്കിയാൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരാണ് ഇതെല്ലാം ചെയ്തത്. അന്നൊന്നും ഈ ചോരത്തിളപ്പ് നിങ്ങൾക്ക് കണ്ടില്ലല്ലോ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പോലും അങ്ങനെ ഒരു പാർട്ടിക്കാരെ വിജയിപ്പിച്ച ചരിത്രമല്ലേ കേരളീയരെ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ ഇപ്പോൾ എന്തിന്റെ പേരിലാണ് തിളയ്ക്കുന്നത്? ഹൈപ്പോതെറ്റിക്കലി അദ്ദേഹം പറഞ്ഞ സംഭവം കലാപാഹ്വാനമാണ് എന്ന് നിങ്ങൾക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. കേസ് കൊടുത്ത ആൾക്ക് ഇതറിയില്ലേ? കേസ് കൊടുത്ത ആള് SDPI-കാരനാണ് സുഹൃത്തുക്കളെ. ഇന്നലെ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രഹരം പോലീസിനും കേസ് കൊടുത്ത വ്യക്തിക്കുമൊക്കെ കോടതി കൊടുത്തു എന്നുള്ളതാണ് സത്യം. 7 വർഷത്തിൽ താഴെ തടവ് ലഭിക്കാവുന്ന ആ ഒരു സെക്ഷനാണ് ചുമത്തുന്നതെങ്കിൽ ആ വ്യക്തിനെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുക എന്നതാണ് നിയമം. എന്തിനു വേണ്ടിയാണ് രാത്രിക്ക് രാത്രി ഒരു വയോധികന്റെ വീട്ടിൽ ഇടിച്ചു കയറി ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് പുറത്തു കൊണ്ടുവന്നത്? ഇതിന്റെ ആവശ്യം എന്താ? അദ്ദേഹം എന്താ നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് അദ്ദേഹം വരില്ലേ? മനുഷ്യാവകാശ ലംഘനമാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു സീനിയർ സിറ്റിസണും കൂടിയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് കോടതി ചോദിച്ചു. അപ്പൊ പറഞ്ഞത് ഇദ്ദേഹം ഒളിവിൽ പോകാതിരിക്കാൻ. നിങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. ഒളിവിലിരിക്കുന്ന ഒരു വ്യക്തി കേസ്
എടുത്തിട്ട് അല്ലെങ്കിൽ ഇയാൾ ഒരു കേസ് കൊടുത്തിട്ട് 11 ദിവസമായി. ഈ 11 ദിവസത്തിനുള്ളിൽ ഒളിവിലിരിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോവല്ലേ ചെയ്യുക? വീട്ടിലിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഒളിവിലിരിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. രണ്ടാമതായി ഇവർ പറഞ്ഞത് തെളിവുകൾ നശിപ്പിക്കും, അതുകൊണ്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ്. അപ്പൊ കോടതി പറഞ്ഞത് ഓൾറെഡി അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ്, ഫോണ്, ബാക്കി എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും നിങ്ങൾ ഇപ്പോൾ സീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് തെളിവ് നശിപ്പിക്കാനാണ്? ഈ പറയുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്, ആരും അത് റിമൂവ് ചെയ്തിട്ടില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടാൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോറൻസിക് ആയിട്ടുള്ള ഒരു എവിഡൻസ് കൊണ്ടുവന്ന് ഇദ്ദേഹം സ്ത്രീ വിരുദ്ധത നടത്തി അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കലാപാഹനം നടത്തി എന്നൊന്നും തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഒരു പ്രൈം ആയിട്ടുള്ള കാര്യം നിങ്ങൾ മറന്നു. ടി.ജെ. മോഹൻദാസിനെ നിയമം പഠിപ്പിക്കാൻ നിങ്ങളൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം എന്ത് പറയണം, എങ്ങനെ പറയണം. എന്ത് പറഞ്ഞാൽ അത് കോടതിയിൽ ഒരു വലിയ പ്രശ്നമാകും, എന്ത് പറഞ്ഞാൽ അതൊരു കുരുക്കാകും, എങ്ങനെ പറഞ്ഞാൽ അത് പ്രശ്നമില്ലാതെ പറയാം. നന്നായിട്ട് അറിയാം. കാലം കുറേ ആയി അദ്ദേഹം ഈ പണി തുടങ്ങിയിട്ടെന്നേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൂട്ടാൻ നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യം പോരാ. ഇത് ഇന്ത്യയാണ്. ഇവിടെ ഒരു വ്യക്തിയെ ശിക്ഷിക്കണമെങ്കിൽ മതിയായ തെളിവുകളും കൃത്യമായ നിയമലംഘനവും ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങളെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്നതിന്റെ പേരിലൊന്നും ഒരാളെയും ക്രൂശിക്കാൻ പറ്റില്ല. ഇനി ഈ വിഷയത്തിൽ RSS ടി.ജി. മോഹൻദാസിനെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വേദന പ്രകടിപ്പിക്കുന്നത് കണ്ടു. എന്നാൽ RSS പറഞ്ഞ പ്രസ്താവന വ്യക്തമാണ്. RSS പറഞ്ഞ എന്താണ്? ടി.ജെ. മോഹൻദാസ് ഇപ്പോൾ RSSന്റെ യാതൊരു ചുമതലയിലും ഇല്ല എന്നാണ്. സത്യമാണ്. അദ്ദേഹം യാതൊരു ചുമതലയിലും ഇല്ല. മുൻപാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ ഒരു സംഘപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ അദ്ദേഹം സ്വയം സേവകനായിരിക്കും. ചുമതലയിലില്ല എന്നാ പറഞ്ഞത്. അത് സത്യമല്ലേ? ചുമതലയിലില്ല. ചുമതലയിലില്ലാത്തിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അക്കൗണ്ടബിലിറ്റി RSSനല്ല, അത് അദ്ദേഹത്തിനാണ്. അദ്ദേഹം തന്നെ അത് തള്ളി പറഞ്ഞിട്ടില്ല. ഇതാണ് പ്രസ്താവന എന്ന് കരുതി അദ്ദേഹത്തെ അന്നാ പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് BJPയോ RSSോ വിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ യുവരാജ് ഗോകുലിന്റെ ഫേസ്ബുക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കൃത്യമായിട്ട് അദ്ദേഹം ഇതിനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടി.ജി. ജാമ്യം കിട്ടി പുറത്തു വരുന്നത് വരെ കോടതിയിൽ അദ്ദേഹത്തോടൊപ്പം യുവരാജ് ഗോകുലും കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തള്ളി പറഞ്ഞു എന്നൊക്കെ പറയുന്നേക്ക് മുൻപ് അതങ്ങനെയാണോ, മാധ്യമങ്ങൾ പറയുന്നത് മാത്രമാണോ സത്യം എന്നതുകൂടി നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ടി.ജെയെ പോലുള്ളവരൊക്കെ ഡെയിലി വന്നിരുന്ന ഓരോ കാര്യങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരേണ്ടി വരുന്നത്. ഞാനും വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എത്ര വ്യാജ വാർത്തകൾ, വളച്ചൊടിക്കപ്പെട്ട വാർത്തകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജന്തർ മന്ദിർ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം കൂടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന LOP പത്രസമ്മേളനം നടത്തി പറയുകയാണ് വെടിവെക്കാനായിട്ട് ഉത്തരവിട്ടു. ഈ പറയുന്ന ഉത്തരവ് ആരും കണ്ടിട്ടില്ല, ഇദ്ദേഹവും കണ്ടിട്ടില്ല. ഇദ്ദേഹം വന്ന് പാർലമെന്റിൽ പറഞ്ഞപ്പോ ഇതേ ചോദ്യം വന്നു. പാർലമെന്റിൽ നിന്ന് പുറത്തു വന്നപ്പോ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ആ ഉത്തരവ് ഒന്ന് കാണിച്ചേ. ഒന്നും പറയാനില്ല അയാൾക്ക്. അപ്പൊ ഒരു LOP ഇത്രയും ഉളുപ്പില്ലാണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നുണ പറയുമ്പോൾ പെലറ്റിന് വേണ്ടി വെച്ചതിന് ഈ കിടന്ന് തുള്ളുന്നത് ഇയാടെ അമ്മൂമ്മ എന്തൊക്കെയാന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയത്. എത്ര പേരെ വന്ധ്യകരണം നടത്തിയിട്ടുണ്ട് ഇവര്. പറയാൻ പോയി കഴിഞ്ഞാൽ നാറും. ഉളുപ്പുണ്ടോ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഇപ്പോ ടി.ജി. മോഹൻദാസിനെ തൂക്കിക്കൊന്ന മാത്രം മതി എന്ന നിലപാടിലാണ് ഇവിടെയുള്ള ആൾക്കാർ. ജന്തർ മന്ദിർ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ചെല്ലടാ, ഞാൻ നേപ്പാൾ പ്രൊട്ടസ്റ്റിലൊക്കെ കയറി കല്ലൊക്കെ എറിഞ്ഞിട്ടുണ്ട്, പോലീസുകാരെയൊക്കെ തല്ലിട്ടുണ്ട്, അതുപോലൊക്കെ ഇന്ത്യയിൽ നടക്കാൻ പോവാ, പാർലമെന്റ് കൈയടക്ക്, ബംഗ്ലാദേശിലൊക്കെ നടന്നതുപോലെ നമുക്കൊന്ന് പൊരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ വ്ളോഗർക്കെതിരെ കേസെടുത്തോ? അവനെ അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അത് കലാപാഹ്വാനമല്ലേ? പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ട് ആൾക്കാരെടുത്ത് പറയാണ് നിങ്ങളൊക്കെ പോകാൻ, ജന്തർ മന്ദിറിൽ പോയിട്ട് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്ക്, നല്ല രസമാണ് എന്ന് പറയുന്നത് കലാപാഹ്വാനമല്ല. അവനെതിരെ കേസില്ല. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തിന്റെ മരിച്ചുപോയ അമ്മയെ, അദ്ദേഹത്തിന്റെ അച്ഛനെ ഒക്കെ അപമാനിക്കുന്ന ജാൻമണി എന്ന് പറയുന്ന ഒരു പ്രമുഖ, അവരെ എത്ര ഉളുപ്പില്ലാതെയാണ് ഒരു രീതിയിലും സത്യമല്ലാത്തൊരു കാര്യം പറഞ്ഞത്. അവർക്കെതിരെ കേസെടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്തോ? വായിൽ തോന്നിയത് എന്തും പറയാൻ പാടില്ല എന്നൊക്കെ ആണിരാജ പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും ബാധകമാണെന്നേ. ടി.ജി. മോഹൻദാസിന് മാത്രമല്ല. അദ്ദേഹം വായി തോന്നിയതൊന്നും പറഞ്ഞിട്ടുമില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് എന്ന ഒരു വാചകമാണ് അടർത്തിയെടുത്ത് സ്ത്രീ വിരുദ്ധതയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന രീതിയിൽ പ്രോസിക്യൂഷനിലും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നത് മനസ്സിലാകും. നമ്മളിപ്പോൾ ഒരു വാചകം പറയുന്ന സമയത്ത് ഉപമകളുണ്ട്, അലങ്കാരങ്ങളുണ്ട്. ഇതൊക്കെ ഭാഷയുടെ ഉള്ളിലുള്ള സംഗതികളാണ്. ഇംഗ്ലീഷിലെ ഇഡിയം എന്ന് നമ്മൾ പറയില്ലേ? ഈ ഹൈബീഡന്റെ ഭാര്യ ഇതുപോലെ ഒരു പുലിവാലി പിടിച്ച കേസ് നിങ്ങൾക്ക് അറിയാമോ? റേപ്പ് എന്ന് പറയുന്നത് വിധിയാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യണം. ഇതൊരു ഇംഗ്ലീഷ് ഇഡിയമാണ്. അതൊക്കെ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ നമുക്ക് അത്ര സ്വാഭാവികത, അതിന്റെ ഉള്ളർത്ഥങ്ങളൊന്നും അന്വേഷിച്ചു പോവില്ല. എന്നാൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ എന്തായി? റേപ്പ് ആസ്വദിക്കണം എന്നായി. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി? ഇതുപോലുള്ള സംഗതികൾ ഇവിടെ ഉണ്ടായിരിക്കെ ഇതൊന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളുകളികൾ എന്താണെന്ന് അറിയണ്ട എന്ന് പറയുന്നവർ തീർച്ചയായും ഈ കാര്യം അറിയണം. ടി.ജി. മോഹൻദാസിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്. ഹൈപ്പോതെറ്റിക്കലിയാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാനും സാധിക്കും. ഒരു മുതിർന്ന പൗരൻ എന്ന നിലയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് താങ്കൾ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ്. കാരണം ഒരു നോട്ടീസ് അയച്ച് വിളിപ്പിക്കാതെ രാത്രിയിൽ കയറി വന്ന് താങ്കളോട് ഈ ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണ്. സിവിൽ കേസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ FIR റദ്ദാക്കാൻ വേണ്ടിയിട്ടും താങ്കൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അതൊന്നും ആരും സംസാരിക്കില്ല. ടി.ജിയെ വെറുതെ വിട്ടാൽ ആർക്കും ഒന്നും പറയാനില്ല. അറസ്റ്റ് ചെയ്യുക എന്നത് ഇവരുടെ ഉദ്ദേശമായിരുന്നു. അതിൽ ഇവർക്ക് ഒരു ആത്മരതി ഉണ്ടായിരുന്നു. ഇവരത് കിട്ടി, ഇവർ സാറ്റിസ്ഫൈഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? തുടർന്ന് കാണുക പോളി ന്യൂസ്.